പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഈ മീഡിയയുടെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലി എല്ലാവരെയും ഓർത്ത്, അന്യന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നത് 4 പേരാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യോഹന്നാൻ കർത്താവിൻ്റെ ചരിത്രം എഴുതിയത് അല്പം വൈകിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്താണ് അദ്ദേഹം ഈ സുവിശേഷം എഴുതിയതെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുവാനിടയായിത്തു. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ അകത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നമ്മൾ പുസ്തകത്തിലേക്ക് കയറിയിട്ടില്ല. അതിനു മുമ്പ് ബാഹ്യമായി നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് നാം ബാഹ്യമായ ഒരു ക്ലാസ്സും കൂടെ പഠിച്ചിട്ട് വരുന്ന ആഴ്ച നമുക്ക് പുസ്തകത്തിലേക്ക് കയറുവാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, കർത്താവ് നടത്തുന്നത് പോലെ നമുക്ക് ക്ലാസ്സിലായിരിക്കാം. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിന്ന് നമുക്ക് ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ മറ്റു ചില കാര്യങ്ങളാണ്. പ്രത്യേകം ഞാൻ നിങ്ങളെ മുന്നമേ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന ബോധ്യം വേണം. അതായത് ഇന്ന് വിശുദ്ധ ബൈബിളിൽ അനേക ഇടങ്ങളിൽ അനേകർ തോന്നും പോലെയെല്ലാം പഠിപ്പിച്ച് ജനത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഇങ്ങനെയെല്ലാം ആത്മീയ ഗോളം വഷളായിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. നമുക്ക് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഏത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഒരാളുടെ ഉപദേശം അല്ലെങ്കിൽ ടീച്ചിങ്, ആ കാര്യങ്ങളിൽ നിന്നും നമുക്ക് അത് കൊള്ളുവാൻ കഴിയുന്നതോ തള്ളുവാൻ കഴിയുന്നതോ എന്ന തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ ഇന്നത്തെ ഉപദേശങ്ങളും ടീച്ചിങ്ങും എല്ലാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതിനാധാരമായിരിക്കുന്നത് ഒരു 7-8 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകാം. ഒന്നാമത് നമ്മൾ നോക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണോ, കർത്താവ് പഠിപ്പിച്ചതാണോ, കർത്താവ് കൽപ്പിച്ചതാണോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കർത്താവ് പറഞ്ഞതാണോ അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതാണോ? മറ്റൊരു കാര്യം, കർത്താവ് കൽപ്പിച്ചതാണോ? അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും വലിയ ആധാരമായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചതാണോ? നമ്മൾ ഒരു ദുരുപദേശത്തിൽ നിന്നും അത് തിരിച്ചറിയുവാനും നമ്മൾ സത്യോപദേശത്തിൽ നിലനിൽക്കേണ്ടതിന് രണ്ടാമത് നാം ചെയ്യേണ്ട കാര്യം, അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണോ? മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള തിരുവെഴുത്തുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആർക്കും വായിൽ തോന്നിയത് എന്തും പഠിപ്പിക്കാവുന്ന ഒരു കാലമാണ്. പ്രതികാൽ മീഡിയകളെല്ലാം തുറന്നു വെച്ച് നല്ലതും ചീത്തയുമായിട്ടുള്ള അനേക കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ ആധാരപ്രകാരം എവിഡൻസ് സഹിതം നമുക്ക് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരണം.
ദൈവരാജ്യത്തെ പ്രതി ആയിരിക്കണം നമ്മുടെ കൂടിവരവുകളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ക്ലാസ്സുകളും എല്ലാം അങ്ങനെ ആയിരിക്കണം. അതിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്, തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന വ്യക്തി തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യേകം ഓർക്കണം, ഈ നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ മുന്നിൽ പ്രബോധിപ്പിക്കുന്ന വ്യക്തി തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, തൃപ്തത്തിലെ സ്നാനം പഠിപ്പിക്കുന്ന വ്യക്തിയാണോ? ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിന്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്നുള്ള തിയോളജിയന്മാരിൽ നല്ലൊരു പങ്കും കർത്താവിന്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കാത്ത തിയോളജിയാ. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 8 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും നമ്മോട് പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇന്ന് എല്ലാ തിയോളജിയും ഒന്നും കർത്താവിലേക്കല്ല എന്ന് നാം പ്രത്യേകം ഓർക്കണം. എല്ലാ തിയോളജികളും ദൈവരാജ്യത്തെ പ്രതി അല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശരിയും തെറ്റും തിരിച്ചറിയണമെങ്കിൽ വചനപഠനം ഏറെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഒരു ദൈവദാസൻ സഭയിൽ പ്രസംഗിക്കുന്നത് മാത്രം പോരാ, നമുക്ക് സായിയായ വചനപഠനം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ഇന്ന് നാം ചിന്തിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുമ്പോൾ, ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ തിയോളജിയിൽ അടിസ്ഥാനപ്പെട്ട സുവിശേഷമാണ്. മറ്റുള്ള 3 പേരും എഴുതിയതുപോലെ എന്നാൽ ഞാനും ഒരു സുവിശേഷം എഴുതിയേക്കാം എന്ന് വിചാരിച്ച് എഴുതിയതല്ല. ഇത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും മനുഷ്യത്വത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യോഹന്നാന്റെ എഴുത്തുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നാമത് പഠിക്കുന്നത്, അത് കഴിഞ്ഞ് ഞാൻ വരാം, യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ദൈവത്വത്തിലേക്ക് കടന്നു വരാം. യേശുവിന്റെ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ഒന്നാമത് നാം കാണുന്നത്, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അവന്റെ മനുഷ്യത്വത്തെ വ്യക്തമായി കാണുകയാണ്. യേശു ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നു. വിൽക്കുന്നവരെയും പൊൻപാണി വെക്കാരെയും യേശു അവിടെ നിന്നും പുറത്താക്കി അവരോട് ദേഷ്യപ്പെടുന്നത് നാം കാണുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നമുക്ക് അവിടെ കാണുകയാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുകയാണ്. അവന്റെ മനുഷ്യത്വത്തെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സുവിശേഷം. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവൻ നടന്ന് ക്ഷീണിച്ച് കിണറ്റിന് അരികെ ഇരുന്നു. ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ അവൻ നടന്ന് ക്ഷീണിച്ച് കിണറ്റിനരികെ ഇരുന്നു. നമ്മുടെ കർത്താവിന്റെ മനുഷ്യത്വത്തെ 2-ാമത് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണത്. 3-ാമത്തെ വേദഭാഗം എന്ന് പറയുന്നത്, അവന്റെ ശിഷ്യന്മാർ അവനോട് ഭക്ഷണം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് ഞാനിത് കർത്താവിന്റെ മനുഷ്യത്വത്തെ ഇത്രയും ശക്തമായി ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത്ര ശക്തമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ചില കൂട്ടര് യേശു ദൈവമല്ലെന്ന് പറയുന്നു, ചില കൂട്ടര് യേശു ദൈവമാണെങ്കിലും മനുഷ്യത്വമില്ല എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ വന്ന് അവനോട് ഭക്ഷണം കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു. 4:37, 31 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണാം. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു കരഞ്ഞു. അവന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്, അവൻ കരഞ്ഞു. ലാസറിന്റെ മരണത്തോടനുബന്ധിച്ച് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ കരഞ്ഞു എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്.
അതെല്ലാം യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തെളിവാണ്. അഞ്ചാമത്തെ കാര്യം, ക്രൂശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോ ഇനി ക്രൂശിലേറ്റുന്നത് മനുഷ്യനാണ് ദൈവമാണോ എന്നുള്ള തർക്കങ്ങളുടെ നടുവില് നാം മനസ്സിലാക്കണം, അവൻ പൂർണ്ണ ദൈവമായിരുന്നു. അവൻ ദാഹിക്കുന്നു എന്ന ക്രൂശിൽ കടന്ന് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ത് എന്ന് നാം അറിയണം. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ നമ്മളെപ്പോലെ ജഡശരീരം എടുത്ത് അവൻ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവുമായിരുന്നു. ഇനി കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ പുസ്തകത്തിലെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ തന്നെ അവന്റെ ദൈവത്വത്തിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം യോഹന്നാൻ യേശുവിന്റെ പൂർവാസ്തിത്വത്തെയാണ് തെളിയിക്കുന്നത്. മറ്റാർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ആ മണ്ഡലത്തെ വരെയും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ 1 വേദവാക്യമായി പറഞ്ഞിരിക്കുന്നു, ആദിയിൽ ദൈവമുണ്ടായിരുന്നു. അപ്പൊ ദൈവം ആരായിരുന്നു? അവൻ വചനമായിരുന്നു, അവൻ ആദിയിലുണ്ടായിരുന്നു. അപ്പൊ കർത്താവിന്റെ ആ അസ്തിത്വത്തെ, പൂർവാസ്തിത്വത്തെ തെളിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡശരീരം എടുത്തു വരുന്നതിന് മുമ്പേ ഉള്ള അവന്റെ പൂർവാസ്തിത്വത്തെ, അവന്റെ ദൈവികത്വത്തെ തെളിയിക്കുന്നതാണ് യോഹന്നാന്റെ എഴുത്തുകളിൽ ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകമുണ്ടാകുന്നതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. പുസ്തകത്തിലെ 17-ന്റെ 5-ാമത്തെ വേദഭാഗം, ലോകമുണ്ടാകുന്നതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ഇത് മറ്റാരും പറഞ്ഞതല്ല, കർത്താവ് തന്നെ തന്റെ വാമൊഴിയാൽ പറഞ്ഞതാണ്. അപ്പൊ കർത്താവിന്റെ ദൈവത്വത്തിന് ഏറ്റവും വലിയ തെളിവാണ്, ലോകമുണ്ടാകുന്നതിനു മുമ്പേ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ലോകാരംഭത്തിനു മുമ്പേ ക്രിസ്തുവേശിൽ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. അപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പ് ലോകാരംഭത്തിന് മുമ്പേ ദൈവത്തിന്റെ ഹിതമായിരുന്നു. അല്ലെങ്കിൽ ഈ വലിയ കൃപയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ച ആമീൻ പറയുവാൻ നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പൊ അത്രമാത്രം നമ്മെ യോഗ്യനാക്കിയെങ്കിൽ കർത്താവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകളെ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, ഒരു വല്ലാത്ത ലോകത്ത് നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകളെല്ലാം നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കണം. നമുക്ക് കഴിയണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, സകല ജഡത്തിന്റെയും ദൈവമായവൻ. ഇതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പാട്ടുകാരൻ പറഞ്ഞതുപോലെ 10,000 നാവുകൾ അവനെ കുറിച്ച് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയില്ല. എന്തിനു പറയുന്നു? യോഹന്നാൻ പറയുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ച് എഴുതുവാനാണെങ്കിൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ പോരാതെ വരും. അത്രമാത്രം പറയുവാൻ യോഗ്യനും ആരാധ്യനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകളെ നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യോഹന്നാൻ പറയുന്ന 1-ന്റെ 2-ാമത്തെ വേദഭാഗമാണ്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. കർത്താവിന്റെ ദൈവത്വത്തിന്റെ അടുത്ത തെളിവാണ്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. മൂന്നാമത്തെ തെളിവ്, അപ്പോൾ ഒന്ന്, യേശുവിന്റെ പൂർവാസ്തിത്വത്തെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു യേശുവിന്റെ ദൈവത്വത്തിൽ. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന. മൂന്നാമത്തെ കാര്യം, ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. നാലാമത്തെ കാര്യം, യേശു പറഞ്ഞു, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടായിരുന്നു. 8-ന്റെ 58-ാമത്തെ വേദഭാഗം കർത്താവ് തന്നെ പറയുകയാണ്, അബ്രഹാം ഉണ്ടാകുന്നതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ കാര്യം, ശമരിയ സ്ത്രീയോടുള്ള ജീവിതത്തിന്റെ പശ്ചാത്തലം മുഴുവൻ കർത്താവ് അറിഞ്ഞിരുന്നു. അവള് പോലും ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യം. നിങ്ങൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ അത് നിന്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ കുറിച്ച് ആരംഭം മുതൽ അവസാനം വരെ അറിയുന്ന ദൈവം.
അവളുടെ സകല പശ്ചാത്തലവും അറിയുന്ന ദൈവം, അവൾ ആരുടെയെല്ലാം ഭാര്യയായിരുന്നു എന്ന് വ്യക്തമായി അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, നമ്മുടെ ദൈവം നമ്മുടെ ആരംഭവും അവസാനവും അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ സേവിച്ച് ആരാധിപ്പ നമുക്ക് കിട്ടിയ ഭാഗ്യപദവി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, പരാജയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. ലേഖനത്തിൽ പറഞ്ഞതുപോലെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും അതിന് കാരണമല്ല. ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. അപ്പൊ ഈ വലിയ കൃപയിലേക്ക് വന്ന ഈ നല്ലവനായ കർത്താവിനെ രുചിച്ചറിയുവാൻ, വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ മിടുക്കല്ല, ദൈവം കൃപയാൽ നമ്മളെ തെരഞ്ഞെടുത്തതാണെന്ന്. അപ്പോ അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, ശമരിയ സ്ത്രീയുടെ ABC മുഴുവൻ അവൻ അറിഞ്ഞിരുന്നു. അവളുടെ ജീവിത പശ്ചാത്തലം മുഴുവൻ അറിഞ്ഞിരുന്നു. അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവായിട്ട് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അടുത്തത്, ബെത്സൈദ കുളക്കരവിൽ രോഗിയായി കിടന്ന മനുഷ്യൻ, അവൻ എത്ര വർഷമായിട്ട് അവിടെ കിടക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. 38 വർഷക്കാലമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് പ്രൈസ് ദി ലോർഡ് 5 വർഷത്തിന് മുമ്പേ അവൻ ഈ കുളക്കരവിൽ കിടക്കുന്നവനാ. ഇത് ആർക്കറിയാം? ഈ ചരിത്രം അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ കർത്താവ് അറിഞ്ഞിരുന്നു. കാരണം അവൻ ദൈവമായിരുന്നു. ഇവൻ എത്ര വർഷമായിട്ട് ഈ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്നു എന്നും രോഗിയായി കിടക്കുന്നു എന്നും അറിയുന്ന ഒരു ദൈവം, ആ കർത്താവാണ് അവന് വിടുതൽ കൊടുത്തത്. അപ്പോൾ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലാസറിന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് അറിഞ്ഞിരുന്നു. കർത്താവ് എന്താണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് അറിഞ്ഞിരുന്നു. കർത്താവ് അത് തന്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലാസർ കർത്താവ് പിന്നിട്ട് എത്രയോ മൈലുകൾക്കപ്പുറത്താണ് അവൻ മരിക്കുന്നത്. അപ്പൊ അത് കർത്താവ് അറിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് അറിയിച്ചുവെങ്കിൽ അവന്റെ ദൈവത്വത്തെയാണ് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് കൂടുതൽ സ്പഷ്ടവും വ്യക്തവുമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അടുത്തത്, തോമസ്, അവനെ കർത്താവ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിരുന്നു. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, തോമസ് അവനെ കർത്താവേ, ദൈവമേ എന്ന് വിളിക്കുന്നു. അപ്പൊ കർത്താവ് തോമസിന് തന്നെ വെളിപ്പെടുത്തണമെന്ന് കർത്താവ് തീരുമാനിച്ചു. അവനുള്ളപ്പോൾ, തന്റെ ശിഷ്യന്മാരുടെ കൂടെ അവനുള്ളപ്പോൾ കർത്താവ് പ്രത്യക്ഷനാകുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. അതെല്ലാം കർത്താവിന്റെ ദൈവത്വത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യൂദ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് തിരുവചനപ്രകാരം എവിടെയാണ്? അതുകൊണ്ടാണ് ദൈവമക്കളെ, ഞാനും എൻ്റെ ക്ലാസ്സുകളിൽ പറയുന്ന, നിങ്ങൾ വചനത്തിൽ വളർച്ച പ്രാപിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ തലയോളം നിങ്ങൾ വളരുന്നവരായിരിക്കണം. അവസരം കിട്ടുമ്പോഴെല്ലാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ ഭക്തന്റെ ജീവിതം. നമ്മള് രാവിലെ ഒന്ന് ബൈബിള് വായിച്ച് വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് പിന്നെ എടുക്കുന്ന നമ്മുടെ സ്വഭാവമല്ലായിരുന്നു ദാവീദിന്. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കും. അപ്പൊ നമുക്ക് വചനവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരിക്കണം. വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോ യൂദ കർത്താവിനെ ഒറ്റുന്നത് പോലും കർത്താവ് അറിഞ്ഞിരുന്നു. കാരണം എന്താണ്? യാക്കോബ് തന്റെ മക്കളെ വിളിച്ചത് അവർക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ യൂദ പുറപ്പെട്ടു വരുന്ന ദാൻ ഗോത്രത്തിന്റെ പിതാവിനെ പിടിച്ചു. നീ വഴിയിൽ ഒരു സർപ്പമാണ്, നീ കുതിരപ്പുറത്ത് കയറുന്നവന്റെ കുതികാല് വെട്ടും. അപ്പൊ അവനിൽ നിന്നും പുറപ്പെടുവാനുള്ളത് യാക്കോബ് അറിഞ്ഞിരുന്നു.
യാക്കോബ് വന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മക്കളിൽ നിന്നും പുറപ്പെടുവാനുള്ളവൻ നിന്നെ ഒറ്റിക്കൊടുക്കുന്നവനാണല്ലോ കർത്താവേ എന്ന് ആ ഭക്തനായ മനുഷ്യൻ അവിടെ ഭാരപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ദൈവമായിരുന്നത് കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇരിമ്യാവ് പറയുന്നു, അവനെ കാണിച്ചു കൊടുക്കുന്നവൻ 30 വെള്ളിക്കാശ്, ആ 30 വെള്ളിക്കാശുവന്റെ കൊണ്ട് കുശവന്റെ നിലം വാങ്ങിക്കുമെന്ന്. നിങ്ങൾക്കറിയുമോ, ഇരിമ്യാവ് എഴുതി വെച്ചിരിക്കുന്നതാണ് യൂദയെ കുറിച്ച്. നീതിമാന്റെ രക്തത്തിന്റെ വിലയായ 30 വെള്ളിക്കാശ്. യൂദയ്ക്ക് പരീശന്മാരും പുരോഹിതന്മാരും കിഴികെട്ടിക്കൊടുത്തതിൽ 29 വെള്ളിക്കാശല്ല, 31 വെള്ളിക്കാശല്ല, 30 വെള്ളിക്കാശ് തിരുവചനത്തിന് പ്രവചനം പോലെ അവൻ എണ്ണിക്കൊടുത്തു. എന്നാൽ അവസാനം അവന് എന്താണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവൻ ഞാൻ നീതിമാന്റെ രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് തനിക്ക് പ്രതിഫലം മുമ്പോ തന്നവരുടെ മുമ്പിൽ ചെന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവന് 30 വെള്ളിക്കാശ് ശ്രീഭണ്ഡാരത്തിൽ എറിഞ്ഞു കളഞ്ഞ് ചെന്ന ഞാണിന്മേൽ തൂങ്ങി മരിച്ചു എന്ന് നാം കാണുകയാണ്. അപ്പൊ അവന്റെ ആരംഭം മുതൽ എല്ലാം അറിയുന്ന കർത്താവ്. എന്നാൽ പുരോഹിതന്മാരും ശാസ്ത്രിമാരുമെല്ലാം ഇത് യോഗ്യമല്ലാത്ത പണമെന്ന് കണ്ട് ജാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ശ്മശാനത്തിന് വേണ്ടിയിട്ട് കുശവന്റെ കയ്യിൽ നിന്നും 30 വെള്ളിക്കാശിന് അവന്റെ നിലം വാങ്ങിക്കും. കണ്ടോ വചനത്തിന്റെ നിവൃത്തി കണ്ടോ? അപ്പൊ നമ്മുടെ കർത്താവ് അവന്റെ ദൈവത്വത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. യൂദയുടെ എല്ലാ കാര്യങ്ങളും അവന്റെ ആരംഭവും അവസാനവും അവൻ ചെയ്യുവാനുള്ളതെല്ലാം അറിഞ്ഞ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. പ്രൈസലോ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. അതുപോലെ തന്നെ അവൻ കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് അവൻ 3 പ്രാവശ്യം നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അവൻ ഭൂമിയിലായിരുന്നപ്പോൾ തെളിയിച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നാം ചിന്തിച്ചു വരുന്നത്, ഒന്ന് കർത്താവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ നിന്ന് നാം പഠിക്കുന്നു. 2 കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ നാം പഠിക്കുകയാണ്. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിലെ പ്രഭാഷണങ്ങൾ. അത് വലിയ വിഷയമാണ്. ഈ സുവിശേഷത്തിലെ പ്രഭാഷണങ്ങൾ പഠിച്ചാൽ ഈ സുവിശേഷം നിങ്ങൾക്ക് പഠിക്കുവാൻ വളരെ എളുപ്പമുണ്ടാകും. കാരണം അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആ പുസ്തകത്തിൽ 21 പ്രസംഗമാണ്. 21 പ്രസംഗം. നമുക്ക് ഈ ലോകത്ത് പ്രസംഗിക്കുവാൻ എങ്ങനെ പ്രസംഗിക്കണമെന്ന് പഠിക്കണമെങ്കിൽ ആവർത്തന പുസ്തകം പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചാൽ മതി. കാരണം അതിൽ ഈടുറ്റ പ്രസംഗങ്ങൾ കാണാം. ധന്യനായ പത്രോസിന്റെ 6 പ്രസംഗങ്ങൾ, ധന്യനായ പൗലോസിന്റെ 10 പ്രസംഗങ്ങൾ, യാക്കോബ, അങ്ങനെ പലരും പ്രസംഗിച്ചിരിക്കുന്ന 21 പ്രസംഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത്. അതെല്ലാം അവരെല്ലാം സ്ഥായി കൊടുക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നെ അവരുടെ പ്രസംഗത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് നിങ്ങൾ കാത്തിരുന്ന, യഹൂദന്മാരോട് പറയുന്നു, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ മശിഹ ആ അഭിഷക്തനായിരുന്നു, നിങ്ങൾ ക്രൂശിച്ച കർത്താവായ യേശു ക്രിസ്തു. ഇതെല്ലാമായിരുന്നു അവരുടെ മെസ്സേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 21 പ്രസംഗങ്ങൾ ഉണ്ട് എങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഏതാണ്ട് 13 പ്രഭാഷണങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ. പ്രതികാൽ കുറിച്ചിട്ട് നിങ്ങൾ ഈ നോട്ടുകൾ എഴുതുന്നുണ്ടെങ്കിൽ എഴുതുവാനുള്ള സൗകര്യത്തിനാണ് ഞാനിത് തിരക്ക് പിടിച്ച് ഓടുന്നില്ല. കാരണം ഒരു ബൈബിൾ കോളേജിലാണെങ്കിൽ നമുക്ക് ക്ലിപ്തപ്പെടുത്തിയ സമയങ്ങളുണ്ട്.
ഏതാണ്ട് 30 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു സബ്ജക്റ്റ് തീർക്കണം. ഇതങ്ങനെ ഒരു വ്യവസ്ഥയുമില്ല. പഠിക്കുന്നവർക്ക് വളരെ ലളിതമായിട്ടും നോട്ടുകൾ തയ്യാറാക്കാവുന്ന രീതിയിലുള്ള സ്പീഡിലും എല്ലാമാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രഭാഷണങ്ങൾ ഓരോന്നായിട്ട് നാം എടുത്ത് പഠിക്കണം. പഠിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 13 പ്രഭാഷണങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഒന്നാമത്തെ പ്രഭാഷണം കർത്താവിൻ്റെ വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എവിടെയാണ്? 3-ാമത്തെ അധ്യായത്തിൽ നിക്കോത്തിമോസ് എന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ. നമ്മൾ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ആ വിഷയം നമുക്ക് ആധികാരികമായിട്ട് നന്നായിട്ട് പഠിക്കാം. ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ പ്രഭാഷണങ്ങൾ മാത്രമൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പോകുകയാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്. നിക്കോത്തിമോസുമായിട്ട് കർത്താവിന്റെ സംഭാഷണമാണ് വീണ്ടും ജനനം എന്ന പ്രഭാഷണത്തിന് കാരണമായി തീർന്നത്. ഏതൊരു വ്യക്തിയും ആ വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 4-ാം അധ്യായത്തില് ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തില് ജീവനുള്ള ജീവന്റെ വെള്ളമെന്നാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിലെ പ്രബോധന വിഷയം എന്ന് പറയുന്നത് ജീവനുള്ള വെള്ളം. ആമോസിന്റെ പുസ്തകത്തെ പറഞ്ഞതുപോലെ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങൾ കേൾക്കേണ്ടതിനുള്ള വിശപ്പും ദാഹവും ഞാൻ ദേശത്തേക്ക് അഴിക്കുന്ന നാളുകൾ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകം ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള വെള്ളമാണ്. ആ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഈ വിശ്വാസത്തിൽ വന്നിട്ട് പിന്നെ ഈ ലോകത്തിന്റെ കൾട്ടുകളും ഈ ലോകത്തിന്റെ മറ്റു പലതും അന്വേഷിച്ചു പോകുന്നുവെങ്കിൽ നീ യഥാർത്ഥ വെള്ളത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല എന്നതിന് സ്പഷ്ടമായ തെളിവുകളാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, 2-ാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് ജീവനുള്ള വെള്ളമെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. 3-ാമത്തെ പ്രഭാഷണം എന്ന് പറയുന്ന 5-ാം അധ്യായത്തിലാണ്. അതില് കർത്താവായ യേശുക്രിസ്തു ഞാൻ ജീവന്റെ ഉറവിടമാകുന്നു, ഈ ലോകത്തിലുള്ള സകല ജീവന്റെയും ഉറവിടം അവനാകുന്നുവെന്ന് കർത്താവ് തന്റെ പ്രഭാഷണത്തിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ സത്യത്തിന്റെ ഉറവിടമാണ്. ഈ ലോകത്തൊരു സത്യമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പീലാത്തോസിന്റെ മുന്നിൽ ന്യായവിസ്താരത്തിന് നിൽക്കുന്ന കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാനാകുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ഇഹത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരായവരെല്ലാവരും എന്റെ വാക്ക് കേൾക്കുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സത്യത്തിന്റെ ഉറവിടമാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ 4-ാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് സത്യത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകം ഓർക്കണം, യോഹന്നാന്റെ സുവിശേഷം നന്നായി തന്നെ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകണം. നല്ല ഉറപ്പും ബലവുമുള്ളതായിട്ട് തന്നെ ഈ സുവിശേഷം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. എന്തെല്ലാമാണ് ഈ സുവിശേഷത്തിന്റെ മറവിലിരിക്കുന്ന അതെല്ലാം നമുക്ക് വെളിയിലെടുക്കണം. എടുത്ത് അതെല്ലാം നമ്മുടെ ആത്മീയ വർധനവിന് കാരണമായി തീരണം. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ കർത്താവ് ലോകത്തിന്റെ വെളിച്ചമെന്ന പ്രഭാഷണമാണ് 8-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് മറ്റുള്ള സുവിശേഷങ്ങളിലെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 35-36 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ആ അത്ഭുതങ്ങൾ ചെയ്തു എന്നാലും അതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എങ്കിലും കർത്താവ് എന്താണ് ചെയ്യുന്നത്? ആ ചെയ്ത അടയാളങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
അതുകൊണ്ട് 8-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയാണ്. 6-ാമത്തെ കാര്യം വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവ് 8-ാമത്തെ അധ്യായത്തിൽ വീണ്ടും തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അടുത്തത് 8-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നത് ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാൽ നാം സ്വതന്ത്രരാണ്. പിന്നെയും നമ്മൾ അടിമനോകത്തിൽ കെട്ടപ്പെട്ടവരായി തീരുവാനുള്ളവരല്ല. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആത്മീയ സ്വാതന്ത്ര്യം ഈ സുവിശേഷത്തിലൂടെ നാം കർത്താവിലൂടെ കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നു കഴിയുമ്പോൾ ആടുകളും ഇടയനും എന്ന വിഷയമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രഭാഷണം തന്നെയാണ് കർത്താവ് കൊടുക്കുന്നത് 10-ാമത്തെ അധ്യായത്തിൽ. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞുവെങ്കിൽ ആ നല്ല ഇടയൻ ഞാനാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ മനോഹരമായ ഒരു പ്രഭാഷണമാണ് കർത്താവ് അവിടെ തരുന്നത്. അവൻ നല്ല ഇടയനും നമ്മൾ അവന്റെ കൈക്കീഴിലെ ആടുകളുമാണ്. എത്ര മനോഹരമാണ് ആ 10-ാം അധ്യായത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ. അടുത്തത് പിതാവും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെയാണ് 10-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് പറയുന്നത്. അപ്പൊ ഞാനും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് അവിടെ നാം കാണുന്നത്. അടുത്തത് വരുവാൻ പോകുന്ന ലോക സംഭവങ്ങളെക്കുറിച്ച് 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ പ്രഭാഷണം തന്നെ അവിടെ നടത്തുകയാണ്. എന്നാൽ 12-ാം അധ്യായത്തില് ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് കർത്താവ് മനോഹരമായ ഒരു പ്രഭാഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കേണ്ടതിന് മനോഹരമായ ഒരു പ്രഭാഷണമാണ് 15-ാം അധ്യായത്തിൽ കാണുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ മറ്റൊരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആഗമനത്തെക്കുറിച്ചും അവൻ വന്നു കഴിയുമ്പോൾ ലോകത്ത് ചെയ്യുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായ ഒരു പ്രഭാഷണം 16-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്ട് 13 പ്രഭാഷണങ്ങൾ ഈ സുവിശേഷത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ 4-ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ പോയിന്റ്, 1-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചായിരുന്നു. 2-ാമത്തെ പോയിന്റ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നാം പഠിച്ചു. 3-ാമത് ഈ സുവിശേഷത്തിലെ പ്രഭാഷണങ്ങൾ എന്തെല്ലാമായിരുന്നു. ഈ പുസ്തകം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എത്ര പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നതിനെ കുറിച്ച് നാം പഠിച്ചു. ഇനി ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് 4-ാമത്തെ പോയിന്റായിട്ട് നാം പഠിക്കുകയാണ്. അതിന്റെ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനനം, മരണം എന്നിവയൊന്നും ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റ് 3 സുവിശേഷത്തിലും യോഹന്നാന്റെ ജനനവും മരണവും എല്ലാം പറഞ്ഞിരിക്കുമ്പോൾ ഈ യോഹന്നാൻ എഴുതി ഈ സുവിശേഷത്തിൽ മാത്രം സ്നാപക യോഹന്നാന്റെ മരണത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ അത്ഭുതങ്ങളെ അടയാളമെന്ന് ഈ സുവിശേഷത്തിൽ വിളിച്ചിരിക്കുന്നു. മറ്റെല്ലാം അവന്റെ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് യേശുവിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെന്ന് എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ള സുവിശേഷങ്ങളിലെല്ലാം ഗലീല കടലെന്ന് പറയുമ്പോൾ ഈ സുവിശേഷത്തിൽ മാത്രം തിബരിയാസ് കടലെന്ന അതിൻ്റെ പൂർവ്വ പേരിനെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഗലീല കടലിനെ തിബിരിയാസ് കടൽ എന്ന് വിളിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സുവിശേഷത്തിൽ മാത്രം കർത്താവായ യേശുക്രിസ്തു ഒരൊറ്റ ഉപമ പറഞ്ഞിട്ടില്ല. മറ്റുള്ള സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ കാണുന്നത് അവൻ ഉപമ കൂടാതെ ഒന്നും അവരോട് പ്രസ്താവിച്ചില്ല. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും ഉപമയോടുകൂടെയാണ് കർത്താവ് വിവരിക്കുന്നത്. സ്വർഗരാജ്യത്തെ എല്ലാ തരം മീനും പിടിക്കുന്ന വലയോട് സദൃശ്യപ്പെടുത്തി, കടുകുമണിയോട് സദൃശ്യപ്പെടുത്തി, നല്ല മുത്ത കണ്ടെത്തിയ ഒരു വ്യാപാരിയോട് വെളിപ്പെടുത്തി. അങ്ങനെ അനേക കാര്യങ്ങൾ ഉപമയായിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഒരൊറ്റ ഉപമ പോലും കാണുന്നില്ല. അത് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ ഈ സുവിശേഷത്തെ പറഞ്ഞിട്ടില്ല. മറ്റുള്ള സുവിശേഷങ്ങളിലെല്ലാം അവരെ തെരഞ്ഞെടുക്കുന്നതും അവരുടെ പേരുകളെല്ലാം വ്യക്തമാക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. അടുത്തത് ശാസ്ത്രിമാര്, ചുങ്കക്കാർ, കുഷ്ഠരോഗികൾ, ഭൂതഗ്രസ്തർ, സാധുക്യർ, ശിശുക്കൾ, ഇവരെ പറ്റി പറയുന്നില്ല. മറ്റുള്ള സുവിശേഷങ്ങളിലെല്ലാം കാണുന്നത് ഇതാണ്. കർത്താവിന്റെ പുറകെ നടക്കുന്ന സാധുക്യരും പരീശന്മാരും അവനെ വിമർശിക്കുവാനും എല്ലാമായിട്ട് നടക്കുന്ന അനേകരെ നമുക്ക് അവിടെ കാണാം. എന്നാൽ ഈ സുവിശേഷത്തിൽ ശാസ്ത്രിമാര്, സാധുക്യര്, പരീശന്മാര്, ചുങ്കക്കാര്, കുഷ്ഠരോഗികള്, ഭൂതഗ്രസ്തര്, ശിശുക്കൾ, ഇവരെ പറ്റി ഒന്നും ഈ സുവിശേഷത്തെ പറഞ്ഞിട്ടില്ല. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ വിവിധ പേരുകൾ ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ള സുവിശേഷങ്ങളിൽ പറയാത്ത പേരുകൾ ഈ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പേര് വചനമെന്ന് തന്നെയാണ്. അവൻ വചനമായിരുന്നു. രണ്ടാമത്തെ പേര് ഏകജാതൻ. മൂന്നാമത്തെ പേര് ദൈവത്തിന്റെ കുഞ്ഞാട്. നാലാമത്തെ പേര് ദൈവത്തിന്റെ പുത്രൻ. അഞ്ചാമത്തെ പേര് സാക്ഷാൽ അപ്പം. ആറാമത്തെ പേര് നല്ല ഇടയൻ. ഏഴാമത്തെ പേര് വാതിൽ. എട്ടാമത്തെ പേര് വഴി. ഒമ്പതാമത്തെ പേര് സത്യം. പത്താമത്തെ പേര് ജീവൻ. 11ാമത്തെ പേര് മുന്തിരിവള്ളി. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ പേരുകളായിട്ട് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതിനോടെല്ലാം ഉപമപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ പേരുകളെ സൂചിപ്പിക്കുകയാണ്. അടുത്തത് തോമസ് സംസാരിക്കുന്നത് ഈ സുവിശേഷത്തിൽ മാത്രമാണ്. മറ്റൊരു സുവിശേഷത്തിലും തോമസ് സംസാരിക്കുന്നത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു സുവിശേഷത്തില് തോമസ് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ പറഞ്ഞിരിക്കുന്നത് ഈ സുവിശേഷത്തിൽ മാത്രമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷത്തിലാണ്. നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഓടി മറ്റുള്ള സുവിശേഷത്തിൽ തപ്പി നോക്കരുത്, കാണുകയില്ല. അത് ഈ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതകൾ 9 പോയിന്റ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ ക്യാരക്ടറും വന്ന് അവരുടെ രംഗങ്ങൾ നന്നായി തന്നെ ആടി തിമിർത്ത് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു നാടകരംഗം പോലെ, കർത്താവിന്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
എക്സാമ്പിളായിട്ട് ആ ശമരിയ സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്ന കർത്താവ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നല്ല മനോഹരമായ ഒരു നാടകരംഗമാണ്. അവളുമായിട്ടുള്ള സംഭാഷണവും കാര്യങ്ങളുമെല്ലാം. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണവുമായിട്ട് വരുന്നു. അവന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോൾ എനിക്ക് എന്താണ് ജീവന്റെ അപ്പമാകുന്നു എന്ന് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ശമര്യസ്ത്രീ തൻ്റെ ഗ്രാമത്തിൽ ചെന്ന് മറ്റുള്ളവരോട് കർത്താവ് ഞാൻ ആ മശിഹായെ കണ്ടെത്തിയെന്ന് അവൾ പറയുകയാണ്. അപ്പൊ അവരും അവളുമായിട്ടുള്ള ഒരു രംഗം എത്ര മനോഹരമായിട്ടാണ് ഒരു നാടകരംഗത്തിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ വ്യക്തി ജീവിതങ്ങളും വന്ന് അവരെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ മാറിപ്പോകുന്നു. 4-ാം അധ്യായം കഴിയുമ്പോൾ ശമരിയ സ്ത്രീയുടെ വിഷയം വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കർത്താവ് കിടക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മൾ പുസ്തകത്തിന്റെ വിഭജനത്തെക്കുറിച്ച് അടുത്ത കാര്യം പഠിക്കാൻ പോവുകയാണ്. ഈ പുസ്തകം 21 അധ്യായമാണ്. ഈ 21 അധ്യായം എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, എന്തെല്ലാം ആ ഓരോ അധ്യായത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ്. യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്നത്, യോഹന്നാന്റെ ക്യാമറ മുഴുവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ, ഈ പുസ്തകത്തിന്റെ രചനക്കാരൻ, അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമാണ്. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനും ഇസ്രായേലിന്റെ രാജാവുമെന്ന് അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്. അവൻ ദൈവപുത്രനാണ്, ഒപ്പം തന്നെ ഇസ്രായേലിന്റെ രാജാവുമാണ്. പ്രത്യേകാൽ ഓർക്കണം, വചനം പഠിക്കുന്ന ഞാനും നിങ്ങളും, ഞാനും ഇന്ന് വചനത്തിന്റെ ഒരു പഠിതാവ് തന്നെയാട്ടോ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു തരുന്നുവെങ്കിൽ ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. പ്രത്യേകാൽ ഓർക്കണം, ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്ന അതിന്റെ 1:49 കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിന്റെ രാജാവാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്ത് ജനിച്ചത് അവൻ ജനിച്ചത് യഹൂദന്മാരുടെ രാജാവായിട്ട് തന്നെയാണ്. തിരുവചനത്തിന്റെ നിവൃത്തിപ്രകാരം അവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവനാണ്. വിദ്വാന്മാർ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിക്കുന്നതും അത് തന്നെയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹേരോദാവ് വിറച്ചു പോകുവാനിടയായിത്തു. 33.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മറുപടി കിട്ടുന്നത്. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ ഞാനാകുന്നു. നമ്മുടെ കർത്താവ് ജനിച്ചത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. നമുക്ക് കർത്താവ് ആരായിരുന്നു? നമ്മുടെ രക്ഷകനായിട്ട് അവൻ ജനിച്ചത്. യഹൂദന് രാജാവായിട്ട് ജനിച്ചവൻ നമ്മുടെ രക്ഷകനായി നമുക്ക് ജനിച്ചു. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവൻ കർത്താവും രാജാതി രാജാവുമായിട്ട് യഹൂദനും യവനനും ആ ലോകത്തിലെ സകല മാനവർഗത്തിൻ്റെയും വീണ്ടെടുത്തവരുമായിട്ട് ഈ താഴ്ന്ന ഭൂമിയിൽ 1000 വർഷം ഭരിക്കുവാൻ വരുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ മഹാരാജാവാണ്, ചക്രവർത്തിയാണ്. സകല അധികാരവും അവന്റെ കൽക്കീഴിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. സക്രിയ പുരോഹിതൻ പറഞ്ഞ പ്രവചന നിവൃത്തി. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ദൈവപുത്രനും ഇസ്രായേൽ രാജാവുമായിട്ട് വെളിപ്പെടുത്തുന്നു. 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് താൻ മന്ദിരമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? കർത്താവ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഞാൻ മന്ദിരമാകുന്നു, ഈ മന്ദിരം പൊളിപ്പിന് ഇത് 3 ദിവസം കൊണ്ട് പണിയുമെന്ന്.
അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത് ഞാൻ മന്ദിരമാകുന്നു, ഞാൻ തന്നെ ആലയമാകുന്നുവെന്ന്. 40 വർഷം കൊണ്ട് പണിത ഈ യെരൂശലേം ദേവാലയമല്ല, ഞാനാണ് യഥാർത്ഥ ആലയം, ഞാനാണ് യഥാർത്ഥ മന്ദിരമെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. 2:21. 3-ാമത്തെ അധ്യായത്തിൽ അവൻ മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുന്നു. 3:13-14 വേദഭാഗങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്. 4-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിന് വെളിപ്പെടുവാനുള്ള മശിഹായായിട്ടാണ്. അതുകൊണ്ട് അവൻ പറയുന്നു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് ആ മശിഹ. ശമരിയ സ്ത്രീയോട് തന്നെ മശിഹായായിട്ട് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മശിഹായായിട്ട് അവന് വെളിപ്പെടുത്തുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാവൈദ്യനായിട്ട് അവരെ വെളിപ്പെടുത്തുകയാണ്. അവൻ മഹാവൈദ്യനാണ്, അവനാൽ അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വൈദ്യനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഞാൻ ജീവന്റെ അപ്പമെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമാകുന്നു. മോശ നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന പൊഴിപ്പിച്ച് തന്നുവെങ്കിൽ അതെൻ്റെ പിതാവ് നിങ്ങൾക്ക് തന്നതാണ്. എന്നാൽ ഞാൻ സാക്ഷാൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നതാണ് 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ജീവന്റെ ജലമാകുന്നു, ദാഹിക്കുന്നവനെല്ലാവരും വരട്ടെ, ജീവന്റെ ഉറവയിൽ നിന്നും കുടിക്കട്ടെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവന്റെ ജലമെന്ന് 7-ാമത്തെ അധ്യായത്തിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. 8-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഈ ലോകം അന്ധകാരത്താൽ മൂടിക്കിടക്കുകയായിരുന്നു. അന്ധകാരത്താൽ ഈ ലോകം മൂടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് പറയാം, അവൻ വെളിച്ചമായിരുന്നു, വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നത്. നമുക്കതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ആ വെളിച്ചത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇവിടെ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന അറിയിച്ചിരിക്കുകയാണ് 8-ാമത്തെ അധ്യായം. അപ്പോൾ നമ്മുടെ കർത്താവാണ് ലോകത്തിൻ്റെ വെളിച്ചം പ്രാപിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ധന്യനായ പത്രോസും പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. നമ്മൾ അന്ധകാരത്തിൽ മൂടിക്കിടക്കുകയായിരുന്നു. അന്ധകാരം ഈ ലോകത്തെ മൂടിയിരിക്കുകയായിരുന്നു. വെളിച്ചം വന്ന ഈ ലോകത്തെ പ്രകാശിപ്പിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായവൻ നമുക്ക് വെളിപ്പെട്ടു എന്ന് 8-ാമത്തെ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായിട്ട് വെളിപ്പെടുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായിട്ട് വെളിപ്പെടുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയൻ. പ്രൈസ് ദി ലോർഡ്. നല്ല ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വം വലുതാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരിലെ പിതാക്കന്മാർ മിക്കവരും ഇടയന്മാരായിരുന്നു. ദാവീദ് ഇടയനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇടയനായിരുന്നു. അബ്രഹാമിന് ധാരാളം ആടുകളുണ്ടായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ ഇടയന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമുകാർക്ക് ഇടയന്മാരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട്
ജോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അവരെ പരിചയപ്പെടുത്തുമ്പോൾ, ഫറവോനെ പരിചയപ്പെടുത്തുമ്പോൾ അവർ ഇടയന്മാരെന്നറിഞ്ഞ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലം അവർ ഏർപ്പെടുത്തി. കാരണം ഇടയനെ സംബന്ധിച്ചിടത്തോളം ഒരു മെനയും വൃത്തിയില്ലാത്തവരാണ്. ഒരു മെനയുമില്ല, വൃത്തിയുമില്ല. ആടിൻ്റെ മുശുക്ക് അവർക്കുമുണ്ട്. കാരണം ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ അപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനായിരുന്നു, ആടിൻ്റെ കൂടെ കിടക്കുന്നവനാകുന്നു. ആടിൻ്റെ ആ മുശുക്കെല്ലാം ഉണ്ട്. 100 ആടുമായിട്ട് പോകുന്ന ഒരു ഇടയൻ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാട് പ്രസവിച്ച് കഴിയുമ്പോൾ ആ ഇടയൻ അതിനെല്ലാം പരിചരിക്കണം. അതിനെ ഒന്നും വൃത്തിയാക്കുവാൻ ഇടയൻ്റെ കയ്യിൽ ഒരു കോപ്പുമില്ല. അവിടെയുള്ള ആ പൂഴിമണ്ണ് കൊണ്ട് ആ കുഞ്ഞിനെയൊക്കെ വൃത്തിയാക്കി ആ കുഞ്ഞിനെ തള്ളയുടെ കൂടെ പതുക്കെ പതുക്കെ നടത്തണം. അപ്പോഴായിരിക്കും അടുത്ത ആട് പ്രസവിക്കുന്നത്. അപ്പോൾ ഇതിനെ വിട്ടിട്ട് അടുത്തതിനെ നോക്കണം. അപ്പം ഇടയൻ്റെ കയ്യും ആ ആ ആ ഒരു വൃത്തിയും മെനയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ താല്പര്യമാണ്. സഭയിലെ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ താല്പര്യമാണ്. അവരെ ആ വേലയോടുള്ള ബന്ധത്തിൽ, അവരുടെ ആ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ സൗദി അറേബ്യയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മരുഭൂമിയിൽ ഇടയൻ്റെ കൂടെയുള്ള ആടുകളുടെ കൂടെയുള്ള ഇടയനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ആ വസ്ത്രരീതിയും കാര്യങ്ങളും എല്ലാം എനിക്കും ഏതാണ്ടെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വൃത്തിയും മെനയില്ലാത്തൊരു വർഗമാണ്. അത് മാത്രമല്ല, ആമോസിന്റെ പുസ്തകത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഒരു ഇടയൻ തൻ്റെ ആടുകളെ ഒരു ഹോരമൃഗം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് അതിൻ്റെ വായിൽ നിന്നും ആ പിടിച്ചെടുത്ത മൃഗത്തിൻ്റെ ഒരു കൈയോ കാലോ അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ ഒരു ചെവിയോ മുറിച്ചു കൊണ്ടുവന്ന് യജമാനെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാ. ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിസ്സാര ശുശ്രൂഷയല്ല. യാക്കോബ് ലാബാനോട് പറഞ്ഞു, നിന്റെ ആടുകളിൽ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടതിനെ എല്ലാം നീ എന്നോട് കണക്ക് ചോദിച്ചു. മഴയും വെയിലും നോക്കാതെ ഞാൻ അവയ്ക്ക് കാവൽ കിടന്നു, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ. ആലോചിച്ചു നോക്ക. അപ്പൊ കർത്താവ് ഇവിടെ വന്നേച്ച് നമ്മെ വെളിപ്പെടുത്തുന്ന, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ 10-ാമത്തെ അധ്യായം കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനാണെന്ന് വെളിപ്പെടുത്തുന്നു. 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്ന് വെളിപ്പെടുത്തുന്നു. 12-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഞാൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുന്നു. 13-ാമത്തെ അധ്യായത്തിൽ ഞാൻ ദാസനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 14-ാമത്തെ അധ്യായത്തിൽ കാരുസ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 15-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഞാൻ മുന്തിരിവള്ളിയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിൽ ആത്മാവിനെ നൽകുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നവനായിട്ട് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 17-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. 18-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിക്കുന്നവനായിട്ട് നാം കാണുകയാണ്. കർത്താവിന്റെ ക്രൂശ് മരണം, കർത്താവിന്റെ കഷ്ടതയെയാണ് 18-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 19-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നാം കാണുന്നത്. 20-ാമത്തെ അധ്യായത്തിൽ മരണത്തെ ജയിച്ച കർത്താവിനെ നാം കാണുകയാണ്. 21-ാമത്തെ അധ്യായത്തിൽ ഒരു കർത്താവിനെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ 21 അധ്യായങ്ങളുടെ വിഭജനവും ആ വിഭജനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓരോ അധ്യായത്തിലും ആരാണെന്ന് വ്യക്തമായി നാം പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഏറെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്.
കാരണം നമ്മൾ ഇന്ന് ചിന്തിച്ച 4-5 വിഷയം എന്ന് പറയുന്നത്, ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ചിന്തിച്ചു, 2 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നാം ചിന്തിച്ചു, 3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൂന്നാമത് ഈ സുവിശേഷത്തിലെ പ്രഭാഷണങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. എന്തെല്ലാം പ്രഭാഷണങ്ങളാണ് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു. ഏതാണ്ട് 13 പ്രഭാഷണങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അടുത്തത് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് 4ാമത്തെ പോയിന്റായിട്ട് പഠിച്ചു. 5ാമത് ഈ സുവിശേഷത്തിൻ്റെ വിഭജനം, 21 അധ്യായത്തിൻ്റെ വിഭജനവും ഓരോ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആര് എന്നും പഠിച്ചു. ദൈവം സഹായിക്കുന്നുവെങ്കിൽ വരുന്ന ക്ലാസ്സിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുസ്തകത്തിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ ദൃഷ്ടി വയ്ക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ കർത്താവിൽ പ്രാർത്ഥിച്ച് ശരണപ്പെടുന്നത്. കർത്താവ് അതിനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കേറെ പ്രയോജനകരമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ ടൈറ്റിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കണം, ഒരു കോൾ ചെയ്ത് ഞാൻ എടുത്തില്ലെങ്കിൽ 2ാമത്തെ ഒരു കോൾ ചെയ്ത് 3ാമത്തെ കോൾ നിങ്ങൾ ചെയ്യരുത്. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം. ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങിലോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലോ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത്. പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ലൊരു സമയത്തിനായി നന്ദി. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നും വീണ്ടും 3ാമത്തെ പാർട്ടിലേക്ക് കർത്താവെ ഞങ്ങളായിരുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ചില വിഷയങ്ങൾ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രത്യേക കർത്താവെ ഈ മീഡിയയെ ഓർക്കുന്നു. ഈ മീഡിയയിലെ അഡ്മിനുമാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ കുടുംബങ്ങളെല്ലാം ദൈവം മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, അവർക്കെല്ലാം ഈ ക്ലാസ്സുകൾ ഏറെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കൂടുതൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.